ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2065. ഇന്ന് ഓഗസ്റ്റ് മാസം 26-ാം തീയതി 238-ാമത്തെ ദിവസത്തിലെത്തി. യേശു പറഞ്ഞ ഒരു കഥയാണ്, അനീതിയുള്ള ഒരു ന്യായാധിപന്റെ കഥ. കഥയിലേക്ക് ആഴത്തിൽ ഇറങ്ങണ്ട. എന്തായാലും അത്ര നല്ലതല്ലാത്ത ചില രീതികൾ, സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ അനീതി നിറഞ്ഞ ആ ന്യായാധിപൻ ഉണ്ടായിരുന്നു എന്നാണ് യേശു പറഞ്ഞു തുടങ്ങുന്നത്. ഒരുവന്റെ കുറവുകളെ വെളിപ്പെടുത്തുകയൊന്നും അല്ല കേട്ടോ, പോരായ്മകളെ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയുമല്ല. തിരുത്തപ്പെടേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും സ്വകാര്യമായി നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്നതാണ്. എന്താണ് ആ ന്യായാധിപന്റെ കുഴപ്പം? അനീതിയുള്ള ന്യായാധിപനാണെന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ യേശു പറഞ്ഞ കഥ ഉൾക്കൊണ്ടുവരുന്ന ഏതൊരാൾക്കും പിടുത്തം കിട്ടും. അത് മാത്രമല്ല, ദൈവത്തെ ഭയവും മനുഷ്യനെ ബഹുമാനവും ഇല്ലാത്ത ഒരുവൻ. രണ്ട് കാര്യങ്ങളും കുറെ കൂടി നമ്മൾ ജാഗ്രതയിൽ കാണേണ്ടതാണ്, ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ്. ആ ന്യായാധിപന്റെ പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായിട്ട് അതൊക്കെ ദൈവത്തെ ഭയമൊന്നുമില്ല. ദൈവത്തെ ഭയപ്പെടേണ്ടതുണ്ടോ? ഭയപ്പെടേണ്ടതല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവ വിചാരം ഉള്ളിൽ വേണ്ടേ? അവിടെ നിന്ന് അത് പതിയെ ഒരു വിശ്വാസമായി മാറേണ്ടേ? അങ്ങനെ ദൈവവിചാരവും വിശ്വാസവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ദൈവം ഉണ്ടെന്നൊരു തോന്നലും ബോധ്യവും വേണ്ടേ? അതൊരു മിനിമം അറിവാണ്, അല്ലേ? അവിടെ നിന്ന് കുറെ കൂടി ഇത് വളരണ്ടേ? ഒരു അടുപ്പം ഉണ്ടാവണ്ടേ ദൈവവുമായിട്ട്? വ്യക്തിപരമായൊരു ബന്ധം ഉണ്ടാവണ്ടേ? അങ്ങനെ അനുദിനം അനുനിമിഷം ഒരു സംസർഗം ഉണ്ടാവണ്ടേ ദൈവവുമായിട്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവണ്ടേ? അവിടുത്തെ ഒരു സൃഷ്ടിയാണ് എന്ന് തിരിച്ചറിയണ്ടേ? അവിടുന്ന് ഈ തോട്ടത്തില് വേല ചെയ്യുവാനും ഇതിന് കാവലാകാനും എന്നെ തൽക്കാലത്തേന് കുറച്ചു കാലത്തേക്ക് നിയമിച്ചതാണെന്നും തിരിച്ചറിയണ്ടേ? അവിടെയാണ് ആ ദൈവത്തെ ഭയം എന്നുള്ള കാര്യത്തിന്റെ ഒരു വിശദീകരണം. ഇത്രത്തോളം കാര്യങ്ങൾ നമ്മളൊന്ന് നേടിയെടുത്താൽ തീർച്ചയായും സഹജീവികളോട്, സർവചരാചരങ്ങളോട് നമുക്കൊരു ആദരവുണ്ടാവും, വലിയ വലിയ ഒരു അടുപ്പവും ബന്ധവും ഉണ്ടാവും. അതിന്റെ കുറവാണ് നമ്മളുടെ പോരായ്മകൾ. ദൈവത്തിന്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് സഹജീവികളും മനുഷ്യരെന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണമെങ്കിൽ ദൈവത്തിന്റെ ഛായയിലാണ് താനും ഞാനും നമ്മൾ ഓരോരുത്തരും രൂപപ്പെട്ടത്, ദൈവം രൂപപ്പെടുത്തിയതെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണ്ടേ? ആയതിന് നല്ല പ്രഭാതം ഏതൊരാളെയും സഹായിക്കട്ടെ. ആമേൻ.